ഈ ഈ ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ പ്രശ്നത്തിൽ കോട്ടയം ദുരന്തത്തിൽ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ അഭിപ്രായങ്ങളുണ്ടല്ലോ, ഞാൻ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി പൂർണ്ണമായിട്ടും യോജിക്കുകയാണ് ചെയ്യുന്നത് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ അഭിപ്രായത്തോട്. ഞാൻ ഈ സേഫ്റ്റി ലാബ്സ് എന്നുദ്ദേശിച്ചതിൽ അദ്ദേഹം പറഞ്ഞ അത് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും വരുന്നതാണ്. അത് ഹരിദാസ് പറയുന്നത് പോലെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകേണ്ട കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്. ഒരു കലക്ടർ നാളെ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്താൽ മറ്റന്നാൾ നടപടി ഉണ്ടാകും എന്ന കേവലമായ ഒരു വ്യാമോഹത്തിലുമല്ല, അങ്ങനെ തീർക്കാൻ കഴിയുന്ന കാര്യവുമല്ല. അതിനപ്പുറത്തേക്ക് എന്തിന് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിക്ക് പുറത്തേക്ക് പോലും ഈ പ്രശ്നം ഉന്നയിക്കപ്പെടാവുന്ന സാഹചര്യങ്ങൾ മറ്റു പലതുമുണ്ട്. അത് ആ ചർച്ച ഇപ്പോൾ വരുന്നില്ലാത്തതുകൊണ്ട് ഇതിലേക്ക് കടക്കുന്നുമില്ല. പക്ഷേ ഞാനീ പറഞ്ഞ സേഫ്റ്റി എന്നുള്ള വിഷയം പ്രയോറിറ്റൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ട പ്രധാനപ്പെട്ട വിഷയമായി ഞാൻ ഇവിടെ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ശ്രീജിത്ത് പറഞ്ഞതിനോട് വിയോജിപ്പുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ മന്ത്രിക്ക് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ധാർമ്മിക ഉത്തരവാദിത്വം എന്നുള്ള അത് ആ നിലയിൽ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ആ നിലയ്ക്ക് അംഗീകരിക്കേണ്ടതാണ്. പക്ഷേ അതുകൊണ്ട് രോഹിണി ആദ്യം ചോദിച്ചതുപോലെ അതുകൊണ്ട് അവർ രാജിവെക്കണം എന്നുള്ളത് പറഞ്ഞപ്പോഴാണ്, അല്ല വീണ്ടും ഹരിദാസ് തന്നെ എന്നെ അതിൽ പിടിച്ചിട്ടല്ലോ. ആ പ്രശ്നം താങ്കൾ ചോദിച്ച ഉടനെ ഞാൻ മറുപടിയായിട്ട് പറഞ്ഞത് പ്ലെയിൻ ക്രാഷിൻ്റെ കാര്യമാണ്. അങ്ങനെയല്ല, എന്നോട് താങ്കൾ ചോദിച്ചതാണ് മന്ത്രി രാജിവെക്കുന്നതിനെക്കുറിച്ചാണ് ചോദിച്ചത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഒരു മെക്കാനിക്കൽ പ്രശ്നമാണ്, മെഷീൻ പ്രശ്നമാണെന്നൊക്കെ അറിയാത്ത ആളല്ലോ നമ്മളാരും. ഓർഗാനിക്കായിട്ടുള്ള തകരാറല്ല ഇത്. ആണോ? പ്ലെയിൻ ക്രാഷ് ഓർഗാനിക് തകരാറല്ലല്ലോ, എല്ലാവർക്കും അറിയുമല്ലോ. അതല്ല ചോദ്യം, അതല്ലല്ലോ വിഷയം, അതല്ലല്ലോ. അതിൻ്റെ അകത്ത് യന്ത്രത്തകരാറ് സംഭവിച്ച വിമാനം തകർന്നു വീണതിനെ തുടർന്ന് മന്ത്രി എന്തുകൊണ്ട് രാജിവെച്ചില്ല എന്നുള്ള ചോദ്യമൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ ചോദിക്കാറില്ല, ചോദിക്കുകയുമില്ല. പക്ഷേ എന്തിനും ഈ ധാർമ്മികതയുടെ പേര് പറയുമ്പോൾ ഏവിയേഷൻ മിനിസ്റ്റർ രാജിവെക്കണമെന്ന് താങ്കൾ പറഞ്ഞോ എന്ന് ഞാൻ രോഹിണിയോടാണ് ചോദിച്ചത്, പാനലിസ്റ്റുകളോടല്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ LDF ഭരണപക്ഷത്താണ്. പ്രതിപക്ഷത്തിരിക്കുന്ന ആർക്കും അത്തരത്തിൽ വിമർശിക്കുക തന്നെ വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ആദ്യമേ ഞാൻ വ്യക്തമാക്കിയതുമാണ്. അതല്ല, മറ്റേ സന്ദർഭത്തിൻ്റെ പ്രശ്നം അതല്ല. മുൻ മുഖ്യമന്ത്രി അടക്കമാണ് മരിച്ചത്. അതിൽ ധാർമ്മിക ഉത്തരവാദിത്വം എന്നുള്ളത് അതുണ്ടെങ്കിലാണ്, അല്ലാതെ യന്ത്രത്തിന്റെ തകരാറാണ് മരിച്ചതെന്നുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഇതുമായിട്ട് താരതമ്യങ്ങളും ഇല്ല. ഒരു സാധാരണക്കാരനാണോ അനുസരിച്ച് നമുക്ക് ജീവന്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ലല്ലോ. ഞാൻ ചോദിച്ചത് ധാർമ്മിക ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രി ഏറ്റെടുക്കേണ്ടത് ഈ മണിക്കൂറിൽ തന്നെയായിരുന്നു. കാരണം അത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് എന്ന് പല ആവർത്തി സമർത്ഥിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം പിന്നോക്കം പോയത്. ആ നിരുത്തരവാദപരമായ പ്രസ്താവന നടത്തിയില്ലേ ഒരു ആരോഗ്യമന്ത്രി? അതിന്റെ ഉത്തരവാദിത്വം കൂടി അവർക്കില്ലേ? അതിനുള്ളിൽ ആരുമില്ലായിരുന്നു, ആരുമില്ല, ഉൾപ്പെട്ട 2 സ്ത്രീകളെ രക്ഷപ്പെടുത്തി, നിസ്സാര പരിക്കുകളേ ഉള്ളൂ എന്ന് എത്ര ആവർത്തി പറഞ്ഞു. 2.5 മണിക്കൂർ കഴിഞ്ഞാണ് പൂർണ്ണമായും ആ കെട്ടിടത്തിനുള്ളിൽ നിന്ന് മറ്റൊരു സ്ത്രീയെ ഇവർക്ക് വെളിയിലേക്ക് എടുക്കാനായത്. അതും എപ്പോൾ അവരുടെ ബന്ധുക്കൾ വന്ന് ഈ അധികൃതരോട് കാണാനില്ല ഞങ്ങളുടെ ബന്ധുവിനെ എന്ന് പല ആവർത്തി അറിയിച്ചതിന് ശേഷം. അപ്പോൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ, യാതൊന്നും ചെക്ക് ചെയ്യാതെ ഒരു ആരോഗ്യമന്ത്രി ഇത്തരം പ്രസ്താവന നടത്തുമ്പോൾ അത് അവരുടെ നിരുത്തരവാദപരമായ പ്രസ്താവനയാണെങ്കിൽ അവർക്ക് അതിനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയല്ല. ഇപ്പോൾ അതിൻ്റെ അകത്ത് രക്ഷാപ്രവർത്തനം താമസിച്ചുകൊണ്ടാണ് അവർ മരണത്തിനിരയായത് എന്നുള്ളത് താങ്കൾ പറഞ്ഞ അഭിപ്രായമാണ്. ഞാൻ ആ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഞാൻ ആ അഭിപ്രായം ഷെയർ ചെയ്യുന്നുമില്ല. അത് മറ്റൊരു സംഗതി. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് രക്ഷാപ്രവർത്തനത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞ ശ്രീജിത്തിൻ്റെ അഭിപ്രായത്തിന് യോജിക്കുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതായിരുന്നു അവർക്ക് അവിടുന്ന് മീഡിയയോട് പറയാമായിരുന്നു, ഞങ്ങൾ ഇപ്പോൾ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. പറയാം, തീർച്ചയായിട്ടും പറയാം. കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കട്ടെ, രക്ഷാപ്രവർത്തനം നടത്താനുണ്ടെങ്കിൽ നടക്കട്ടെ, അതിനുശേഷം നമുക്ക് വിശദമായി സംസാരിക്കാം എന്ന് പറയാനുള്ള ആ ഒരു ചുമതല അവർ കാണിക്കാതെ പോയി എന്നുള്ളത് വിമർശന വിധേയം തന്നെയാണ്. അതിലെനിക്ക് യാതൊരു തർക്കവുമില്ല. അത് അവരുടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഞാനും അതിനോടാണ് യോജിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അവിടെ മീഡിയയുടെ മുമ്പിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ഷൻ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അവിടെ
കാരണം അവർ പറഞ്ഞത് പരിപൂർണമായും തെറ്റാണ് എന്നുള്ളത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ തെളിഞ്ഞതോടുകൂടി അവര് എന്തിനാണ് ഇത്രയും, അതിനാണ് നമ്മൾ സാധാരണ പറയുന്നത് അൺഡ്യൂ ഹേസ്റ്റ്, അനാവശ്യമായ ധൃതി എന്തിനാണ് കാണിച്ചത്. റെസ്പോൺസ്, അത്ര തിടുക്കപ്പെട്ടുള്ള മറുപടി, അത് മുഖം രക്ഷിക്കാൻ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് അവർ അപ്പോൾ കണ്ട പ്രയോറിറ്റി, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സേഫ്റ്റി പ്രയോറിറ്റി അവിടെ ഇല്ലായിരുന്നപ്പോൾ മന്ത്രിമാർ കണ്ട പ്രയോറിറ്റി അവരുടെ ഇമേജ് രക്ഷിക്കുക, അവരുടെ മുഖം രക്ഷിക്കുക, അവരുടെ മുഖം മിനുക്കുക, ഇത് മാത്രമായിരുന്നു എന്നുള്ളതാണ്.